Today we are going to prove that if a space X is path connected, then for any 2 points x0, x1 in X, the fundamental groups pi1 of x0 and pi1 of x1 are isomorphic. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്പേസ് പാത്ത് കണക്റ്റഡ് ആണെങ്കിൽ ഒരു സ്പേസ് പാത്ത് കണക്റ്റഡ് ആണെങ്കിൽ ആ സ്പേസിൽ നിന്ന് ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് കിട്ടുന്ന pi1 ഓഫ് x0ഉം pi1 ഓഫ് x1ഉം എപ്പോഴും ഐസോമോർഫിക് ആയിരിക്കും എന്നാണ് റിസൾട്ട് പറയുന്നത്. സോ നമ്മൾക്കിതൊന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ pi1 ഓഫ് x0ഉം pi1 ഓഫ് x1ഉം ഐസോമോർഫിക് ആവണമെങ്കിൽ എന്താണ്? ഒരു ഹോമോമോർഫിസം 1-1-1-2 ഹോമോമോർഫിസം ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഈ ഒരു ഗ്രൂപ്പിലോട്ട് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ രണ്ട് പോയിന്റ്സ് ചൂസ് ചെയ്തു. ലെറ്റ് x0 ആൻഡ് x1 ബിലോങ്സ് ടു x. അപ്പോൾ ഈ ഒരു സ്പേസ് പാത്ത് കണക്റ്റഡ് ആയതുകൊണ്ട് വി ക്യാൻ ഫൈൻഡ് എ പാത്ത് ഗാമ ഫ്രം I to x with gamma of x0 gamma of 0 equal to x0 and gamma of 1 is equal to x1. അതായത് x0ഉം x1ഉം എൻഡ് പോയിന്റ്സ് ആയിട്ട് വരുന്ന ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യും. അതാണല്ലോ പാത്ത് കണക്റ്റഡ് സ്പേസിൻ്റെ മീനിങ്. ഒരു സ്പേസ് പാത്ത് കണക്റ്റഡ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ആ സ്പേസിൽ നിന്ന് ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും ആ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ, അതായത് ആ രണ്ട് പോയിൻറ്റ്സ് എൻഡ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്നൊരു പാത്ത് ആ സ്പേസിൽ തന്നെ ഉണ്ടായിരിക്കണം. അതായത് ദർ എക്സിസ്റ്റ് എ ഫങ്ഷൻ കണ്ടിന്യൂസ് മാപ്പ് ഗാമ ഫ്രം I to x such that gamma of 0 equal to x0 and gamma of 1 equal to x1. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇൻറ്റീരിയർ ഇല്ല, ഈ ഒരു പാർട്ടാണ് സ്പേസിൽ വരുന്നത് കരുതുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പോയിൻറ്റും എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കിയേ, എനിക്കിതാ ഈ രണ്ട് പോയിൻറ്റ്സിനെ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇവിടെ നിന്നൊരു പോയിൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെങ്ങനെ ജോയിൻ ചെയ്യാം. ഇനി ഞാനിതാ ഇങ്ങനെ എടുത്തു എന്ന് കരുതുക. അപ്പോൾ ഞാൻ ഈ രണ്ടിൻ്റെ ഇൻറ്റീരിയർ പാർട്ടാണ് സ്പേസിൽ വരുന്നതെന്ന് കരുതുക. അപ്പോൾ ഞാൻ ഇവിടുന്നൊരു പോയിൻറ്റും എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് രണ്ടിനെയും ജോയിൻ ചെയ്യുന്ന ഏത് പാത്ത് കൺസിഡർ ചെയ്താലും ആ പാത്തിൻ്റെ ഈ ഒരു പാർട്ട് എന്തിൽ വരില്ല? എക്സിൽ വരില്ല. സോ ഈ ഒരു സ്പേസ് എന്തല്ല? പാത്ത് കണക്റ്റഡ് അല്ല. പക്ഷേ ഈ ഒരു സ്പേസ് എന്താണ്? പാത്ത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ പാത്ത് കണക്റ്റഡ് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്താലും അതിന് ജോയിൻ ചെയ്യുന്നൊരു പാത്ത് നമ്മൾക്ക് ആ സ്പേസിലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ രണ്ട് പോയിൻറ്റ്സിന് ജോയിൻ ചെയ്യുന്നൊരു പാത്ത് കൺസിഡർ ചെയ്തു. ഇനി എനിക്ക് ആ ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്ത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ലെറ്റ് equivalence class alpha belongs to pi1 of x0. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഇക്വലൻസ് ക്ലാസ്സും കൺസിഡർ ചെയ്തു. അപ്പോൾ ഞാൻ ഈ ആൽഫ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ബേസ് പോയിൻ്റ് x0 ആയിട്ട് വരുന്ന സം പാത്താണ്, ലൂപ്പാണ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അനദർ പോയിൻ്റ് ഇതേ സ്പേസിൽ നിന്ന് എടുത്തിട്ടുണ്ട് x1. ഇപ്പോൾ x0 ഇനീഷ്യൽ പോയിൻറ്റും x1 ടെർമിനൽ പോയിൻ്റുമായിട്ട് വരുന്ന പാത്താണ് ഗാമ. അതായത് ഈ ഒരു രീതിയിലാണ് ഗാമ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു പാത്ത് കൺസിഡർ ചെയ്യുന്നു, ഗാമ ബാർ. നമ്മളിത് എന്തായിരുന്നു? ഗാമ ബാർ എന്ന് പറയുന്നത് ഗാമയുടെ ഇൻവേഴ്സ് ആയിരുന്നു അല്ലേ? ഗാമ ഓഫ് 1 - t, അതായത് ഗാമയുടെ റിവേഴ്സ് ഡയറക്ഷനിൽ വരുന്ന പാത്ത്. അപ്പോൾ ഗാമ ഈ ഡയറക്ഷനിൽ പോകുന്നത് കൊണ്ട് ഗാമ ബാർ ഏത് ഡയറക്ഷനിൽ വരും? ഈ ഒരു ഡയറക്ഷനിൽ വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഗാമ ബാർ കൺസിഡർ ചെയ്തു. ഗാമ ബാറിലൂടെ, അതായത് ഞാനിതാ നോക്കിക്കേ, ഈ യെല്ലോ ലൈൻ നോക്കിക്കേ, ഞാൻ ഈ ഡയറക്ഷനിൽ വന്നു, ഈ പാത്തിലൂടെ തന്നെ റിവേഴ്സ് ഡയറക്ഷനിൽ വരികയാണെ ഗാമയിലൂടെ. ഇപ്പോൾ വന്നിട്ട് ഞാൻ x0 എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ആൽഫ ഈ ഡയറക്ഷനിലാണ് ആൽഫയുടെ റൂട്ടെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെ ഞാൻ പോകുന്നു. ഓക്കെ, ആൽഫ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു അതേ ഡയറക്ഷനിൽ ആൽഫയിലൂടെ ഞാൻ മൂവ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്താണ്? എഗെയിൻ x0 എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു?
ഇതാ ഈ ഗാമയുടെ ഡയറക്ഷനിൽ ഗാമയുടെ അതേ പാത്തിലൂടെ മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എവിടെ എത്തി? x1-ൽ തന്നെ എത്തി. അപ്പോൾ ഞാൻ x1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗാമ ബാർ വഴി ആൽഫ വഴി ഗാമ വഴി എഗെയിൻ x1-ൽ തന്നെ എത്തി. അപ്പോൾ ഇതൊരു ലൂപ്പല്ലേ? അതായത് ഞാനിവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഗാമ ബാർ സ്റ്റാർ ആൽഫ സ്റ്റാർ ഗാമ അല്ലേ? ഞാൻ ഈ പാത്തിൻ്റെ ഈ മൊത്തത്തിൽ നോക്കുക വെച്ചാൽ ഈ പാത്തിൻ്റെ ലൂപ്പിൻ്റെ പ്രൊഡക്റ്റിലൂടെയാണ് ഞാൻ ഇപ്പോൾ മൂവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് എന്താണെന്ന് കിട്ടി നമ്മൾക്ക്? വിച്ച് ഈസ് എ ലൂപ്പ് അറ്റ് x1 ആണെന്ന് കിട്ടി. കാരണം എന്താണ്? ഇതിൻ്റെ ഇനീഷ്യൽ പോയിന്റും സെയിം ആണ്, ടെർമിനൽ പോയിന്റും സെയിം ആണ്. അപ്പോൾ എന്താണ് ഈ ഞാൻ ഇങ്ങനെ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ടു ദിസ് ആൽഫ ഗാമ ബാർ സ്റ്റാർ ആൽഫ സ്റ്റാർ ഗാമ is a loop at the base point x1 അല്ലേ? അതായത് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ലൂപ്പ് അറ്റ് ദ ബേസ് പോയിന്റ് x1 ആയിരിക്കും. അപ്പം ഞാനിതാ എനിക്ക് കറസ്പോണ്ടിങ് ടു ഏതൊരു ഇക്വലൻസ് ക്ലാസ് എടുത്തു കഴിഞ്ഞാലും φ1 ഓഫ് x0-ൽ നിന്ന് ഏത് ഇക്വലൻസ് ക്ലാസ് എടുത്തു കഴിഞ്ഞാലും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൽഫ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇതാ ഞാൻ ഈ കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കും? വിച്ച് ഇസ് എ ലൂപ്പ് അറ്റ് ദ x1 ആയിരിക്കും. ഇനി ഞാൻ ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യാൻ പോവാണ്. കൺസിഡർ ദ ഫങ്ഷൻ എഫ് ഫ്രം φ1 ഓഫ് x0 ടു വാട്ട്? φ1 ഓഫ് x1 which is defined by f of the equivalence class alpha is equal to the equivalence class of gamma bar star alpha star gamma. ഓക്കെ, ഈ ഒരു ലൂപ്പ് ബേസ് പോയിന്റ് x1-ലുള്ള ലൂപ്പ് ആയതുകൊണ്ട് അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇക്വലൻസ് ക്ലാസ് ഈ കളക്ഷനിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇക്വലൻസ് ക്ലാസ്സിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫങ്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ എഫ് വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം, എഫ് ഹോമോമോർഫിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം, എഫ് 1 ആണെന്ന് പ്രൂവ് ചെയ്യണം, എഫ് ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾക്കിവിടെ പ്രൂവ് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ലൂപ്പിൻ്റെ കേസിൽ പ്രൂവ് ചെയ്ത ഒട്ടുമിക്ക പ്രോപ്പർട്ടീസും നമ്മൾക്ക് പാത്തിൻ്റെ കേസിലും വരും. കാരണം നമ്മളിവിടെ ഒരു പാത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, പാത്തും ഒരു ലൂപ്പും തമ്മിലുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ലൂപ്സിന് ഡിഫൈൻ ചെയ്ത കുറേ കാര്യങ്ങൾ, പ്രൂവ് ചെയ്ത കുറേ കാര്യങ്ങൾ നമ്മൾക്കിവിടെ പാത്തിലും സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾക്കിനി പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് എഫ് വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ലെറ്റ് ഇക്വലൻസ് ക്ലാസ് ആൽഫ ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് φ1 ഓഫ് x0 എടുത്തു. ആൻഡ് ലെറ്റ് ആൽഫ ഡാഷ് ബിലോങ്സ് ടു ദ ഇക്വലൻസ് ക്ലാസ് ആൽഫ എന്നും കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ആൽഫയും ആൽഫ ഡാഷും ഇക്വലൻ്റ് ആയിരിക്കുമല്ലോ. ദിസ് സിംപ്ലൈസ് ദാറ്റ് ആൽഫ ഈസ് ഈക്വലൻ്റ് ടു ആൽഫ ഡാഷ് അല്ലേ? So by the definition of equivalence, there exists a homotopy H between alpha and alpha dash. Okay, അപ്പോൾ ഞാൻ ഈ ഹോമോട്ടോപ്പി യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എന്തായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എന്ത് പ്രൂവ് ചെയ്യണം? ദ ഇക്വലൻസ് ക്ലാസ് ഗാമ ഡാഷ് അല്ല, ഗാമ ബാർ സ്റ്റാർ ആൽഫ, ഒന്നുകൂടെ ഞാൻ എഴുതാവേ. ഒരു കാര്യം കൂടെ പറയാം. നമ്മൾക്കിവിടെ അതായത് ഈ ഇക്വലൻസ് ക്ലാസ്സിൽ നിന്ന് ഏതൊരു എലമെൻ്റ് എടുത്താലും, അതായത് ആൽഫ ഡാഷ് എടുത്തു കഴിഞ്ഞാൽ ആൽഫ ഡാഷിൻ്റെ ഇക്വലൻസ് ക്ലാസ്സും ആൽഫയുടെ ഇക്വലൻസ് ക്ലാസ്സും സെയിം ആയിരിക്കും. ഇനി ഞാൻ ആൽഫ ഡാഷ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, റെപ്രസെൻ്റ് ചെയ്യുന്ന എലമെൻറ്റ് ആൽഫ ഡാഷ് കൺസിഡർ ചെയ്താൽ എഫ് ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് ആൽഫ ഡാഷ് എന്ന് പറയുന്നത് ബൈ ദ ഡെഫിനിഷൻ എന്തായിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് ഗാമ ബാർ സ്റ്റാർ ആൽഫ ഡാഷ് സ്റ്റാർ
ഗാമയായിരിക്കും. ഇനി ഞാൻ ഇതേ ഇക്വലൻസ് ക്ലാസ്സിൽ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഇപ്പോൾ ഇക്വലൻസ് ക്ലാസ് ആൽഫ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് എന്ത് വരും? ഇക്വലൻസ് ക്ലാസ് ഓഫ് ഗാമ ബാർ സ്റ്റാർ ആൽഫ സ്റ്റാർ ഗാമയായിരിക്കും. ഇപ്പോൾ ഒരു ഫങ്ഷൻ, ഇതൊരു ഫങ്ഷൻ ആവണമെങ്കിൽ തന്നെ ഒരു എലമെൻറ്റിന് ഒരു ഇമേജ് അല്ലേ പാടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആവുക എപ്പോഴാണ്? ദിസ് ടു ഇക്വലൻസ് ക്ലാസ് വിൽ ബി ദിസ് ടു ഇക്വലൻസ് ക്ലാസ് ഈക്വൽ ആവണമെങ്കിൽ നമ്മൾക്ക് എന്താണ്? ഈ രണ്ട് ലൂപ്സും ഈക്വലൻ്റ് ലൂപ്സ് ആയിരിക്കണം അല്ലേ? അപ്പോൾ അതായത് ദർ എക്സിസ്റ്റ് ഹോമോടോപ്പി ബിറ്റ്വീൻ ദീസ് ടു ലൂപ്സ് എന്ന് നമ്മൾക്ക് കിട്ടണം. സോ ഞാൻ ആ ഒരു ഹോമോടോപ്പി ഡിഫൈൻ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. സോ കൺസിഡർ the function k from I cross I to x, which is defined by k of t is equal to gamma bar of 4t by s plus 1 for 0 less than or equal to t less than or equal to s plus 1 by 4, and this is equal to h of 4t minus 1 minus s for s plus 1 by 4 less than or equal to t less than or equal to s plus 2 by 4, and this is equal to gamma of 4t minus 2 minus s by 2 minus s for s plus 2 by 4 less than or equal to t less than or equal to 1. Okay, ഈ ഒരു രീതിയിൽ ഞാനിങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ജസ്റ്റ് ഈ എൻഡ് പോയിൻറ്റ്സ് ഇതാ ഈ ഒരു പോയിന്റിലും ഇതിന് രണ്ടിനും സെയിം വാല്യൂ ആണോ നോക്കുക. ഈ ഒരു പോയിന്റിൽ അതായത് ഈ ഒരു പോയിന്റിൽ ഇതിന് രണ്ടിനും സെയിം വാല്യൂ ആണോ എന്ന് നോക്കുക. ആയിരിക്കും. ആൻഡ് ദിസ് ഫംഗ്ഷൻ വിൽ ബി കണ്ടിന്യൂസ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആൻഡ് ചെക്ക് ചെയ്ത് നോക്കുന്നത് നമ്മൾക്ക് കിട്ടും കെ ഓഫ് T0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗാമ ബാർ സ്റ്റാർ ആൽഫ സ്റ്റാർ ഗാമയായിരിക്കും. ആൻഡ് കെ ഓഫ് T1 എന്ന് പറയുന്നത് ഗാമ ബാർ സ്റ്റാർ ആൽഫ ഡാഷ് സ്റ്റാർ ഗാമയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതും ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ കെ ഓഫ് 0s ഈക്വൽ ടു കെ ഓഫ് 1s ഈക്വൽ ടു എന്തായിരിക്കും? x1 ആയിരിക്കും. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. സോ ദിസ് വിൽ ബി എ ഹോമോടോപ്പി ബിറ്റ്വീൻ ദീസ് ടു ലൂപ്സ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലൂപ്സും ഈക്വലൻ്റ് ആണ്. ഈ രണ്ട് ലൂപ്സും ഈക്വലൻ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് കിട്ടും? ഈ രണ്ട് ഇക്വലൻസ് ക്ലാസ്സസും ഈക്വലായിട്ട് കിട്ടും. സോ എന്താണ്? എഫ് ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് ആൽഫ ഡാഷും എഫ് ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് ആൽഫയും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഈ ഫംഗ്ഷൻ എഫ്, നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എഫ് വെൽ ഡിഫൈൻഡ് ആയി. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താണ്? ഈ ഒരു ഫംഗ്ഷൻ ഹോമോമോർഫിസ് ആണെന്നും പ്രൂവ് ചെയ്യണം. എന്താണ്? ഇൻവേർട്ടിബിൾ 1 1 on 2 ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇൻവേർട്ടിബിൾ ആണെന്ന് ഡയറക്റ്റ്, അതായത് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഡയറക്റ്റായിട്ട് പ്രൂവ് ചെയ്താലും മതി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂപ്സിൽ പ്രൂവ് ചെയ്ത കുറേ പ്രോപ്പർട്ടീസ് നമ്മൾക്കിവിടെ എന്താണ് പാർട്സിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ലൂപ്സിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് ലൂപ്സിൻ്റെ പ്രൊഡക്റ്റിൽ. അതായത് എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആണ് എന്തിൻ്റെ? ലൂപ്സിൻ്റെ കേസിൽ.
അപ്പോൾ നമുക്ക് പാത്സിൻ്റെ കേസിലും ഇതേ പ്രോപ്പർട്ടി തന്നെ വരുന്നുണ്ട്. സോ എന്താണ് എ ബി സി ഏത് പാത്ത് തന്നെയായാലും, പക്ഷേ ഏതെങ്കിലും പാത്താവല്ല, ഇങ്ങനെ ഈ പ്രൊഡക്ട്സ് ഡിഫൈൻഡ് ആയിട്ടുള്ള പാർട്സ് എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് എഴുതാതെ സിംപ്ലി എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം, ഇങ്ങനെയും ഗ്രൂപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ രണ്ടിനെയും ഗ്രൂപ്പ് ചെയ്യാം. സോ അതുകൊണ്ട് നമ്മൾ സിംപ്ലി എന്താണ് ജസ്റ്റ് എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് ഇങ്ങനെ അങ്ങ് ജസ്റ്റ് എഴുതും. സോ നമ്മൾക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഗാമ സ്റ്റാർ, ആൽഫ സ്റ്റാർ, ഗാമ. അപ്പോൾ നമ്മൾ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ ഒന്നും ഗ്രൂപ്പ് ചെയ്ത് എഴുതാതെ സിംപ്ലി നമ്മൾക്കിവിടെ ഗാമ സ്റ്റാർ, ആൽഫ സ്റ്റാർ, ഗാമ എന്നങ്ങ് എഴുതിയേക്കാം. ആൻഡ് ഇവിടെ നോക്കുക, ഈ ഗാമ ബാർ എന്ന് പറയുന്ന പാത്ത് എന്താണ് ഗാമയുടെ ഇൻവേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഗാമ ബാർ, ഗാമ സ്റ്റാർ, ഗാമ എന്ന് പറയുന്നത് ആ ഒരു ഇക്വലൻസ് ക്ലാസ്സും ഗാമ സ്റ്റാർ, ഗാമ ബാർ എന്ന് പറയുന്ന ഇക്വലൻസ് ക്ലാസ്സും എന്തായിരിക്കും? ദീസ് ടു വിൽ ബി ദ ഐഡൻറ്റിറ്റി ക്ലാസ്. അതായത് ഇത് രണ്ടും എന്തിന് ഈക്വൽ ആയിരിക്കും? കോൺസ്റ്റൻറ്റ് ലൂപ്പിനെ. അതായത് എന്താണ് കോൺസ്റ്റൻറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്? എന്താണ്? സി ഓഫ് ടി ഈക്വൽ ടു x1 ഫോർ ഓൾ ടി. ഈ കോൺസ്റ്റൻറ്റ് ലൂപ്പിനെ കോൺസ്റ്റൻറ്റ് ലൂപ്പ് അറ്റ് x1, അതാണ് നമ്മൾക്ക് ആ ലൂപ്പിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വലൻസ് ക്ലാസ് ആണ് നമ്മൾക്ക് π1 ഓഫ് x1 ഐഡൻറ്റിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഈ രണ്ട് ഇക്വലൻസ് ക്ലാസ്സസും ആ ഒരു ഐഡൻറ്റിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. ഇനി നമ്മൾക്ക് എന്താണ് ഈ എഫ് ഹോമോമോർഫിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഹോമോമോർഫിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ജസ്റ്റ് രണ്ട് ഇക്വലൻസ് ക്ലാസ്സസ് എവിടെ നിന്ന് കൺസിഡർ ചെയ്യുന്നു? π1 ഓഫ് x0 നിന്ന് കൺസിഡർ ചെയ്യുന്നു. Now consider the f of equivalence class of alpha 1 dot equivalence class of alpha 2. Okay, and this is equal to f of equivalence class of alpha 1 star alpha 2. അല്ലേ, ഈ ഒരു ഡോട്ട് നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്. ഇനി എഫ് ഓഫ് ദിസ് ഇക്വലൻസ് ക്ലാസ് എന്താണ്? ഇക്വലൻസ് ക്ലാസ് ഓഫ് ഗാമ ബാർ സ്റ്റാർ ആൽഫ 1 സ്റ്റാർ ആൽഫ 2 സ്റ്റാർ ഗാമ എന്ന് വരും. അല്ലേ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ഗ്രൂപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു ഗാമ ബാർ സ്റ്റാർ ആൽഫ 1 സ്റ്റാർ ഗാമ സ്റ്റാർ ഗാമ ബാർ സ്റ്റാർ ആൽഫ 2 സ്റ്റാർ ഗാമ. Okay, then this is equal to gamma bar star alpha 1 star gamma dot gamma bar star alpha 2 star gamma, and this is equal to f of equivalence class of alpha 1 dot f of equivalence class of alpha 2. അപ്പോൾ എന്ത് കിട്ടി? For any two equivalence classes, these two are equal ആയതുകൊണ്ട് f എന്താണ്? f is a homomorphism. ഓക്കെ, ഇനി എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? f ഇൻവെർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. For that, consider a function g from π1 of x1 to π1 of x0, which is defined by g of equivalence class of beta is equal to gamma star beta star gamma bar. ഓക്കെ, ഈ ഒരു ഇക്വലൻസ് ക്ലാസ്സിലോട്ട് മാപ്പ് ചെയ്യുന്ന ഈ ഒരു ഫംഗ്ഷൻ എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ എഫ് ഡിഫൈൻ ചെയ്യുന്നതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാഫിക്കലി എങ്ങനെയാണ് ആ ഒരു ലൂപ്പ് വരുന്നത് എന്ന്. അപ്പോൾ നമ്മൾ ഇപ്പം ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, x1-ലുള്ളൊരു സം ലൂപ്പ് ബീറ്റ കൺസിഡർ ചെയ്തു. എന്നിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്?
എക്സ് നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗാമ വഴി നമ്മൾ മൂവ് ചെയ്തിട്ട് എവിടെ എത്തുന്നു? ഗാമയുടെ അതേ ഡയറക്ഷനിൽ ഗാമ വഴി മൂവ് ചെയ്തിട്ട് x1 എത്തുന്നു. x1 എത്തിയതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബീറ്റ വഴി, ബീറ്റ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ബീറ്റയിലൂടെ പാസ് ചെയ്തിട്ട് എന്താണ് എഗെയിൻ തിരിച്ച് x1 എത്തി അവിടെ നിന്ന് എവിടോട്ട് വരുന്നു? ഗാമ ബാറിലൂടെ ഗാമയുടെ ഓപ്പോസിറ്റായിട്ട് ഗാമയുടെ പാത്തിലൂടെ മൂവ് ചെയ്തിട്ട് ആൽഫയിലെത്തുന്നു, എക്സ് നോട്ടിലെത്തുന്നു. അപ്പോൾ എക്സ് നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എക്സ് നോട്ടിൽ തന്നെ എത്തി ഈ ഒരു പാത്ത് വഴി, അതായത് ഗാമ ബാർ വഴി ബീറ്റ വഴി ഗാമ വഴി എക്സ് നോട്ടിലെത്തുകയും. അപ്പോൾ ഈ ഒരു പാത്ത് ലൂപ്പാണ് നമ്മളിവിടെ, ലൂപ്പിൻ്റെ ഇക്കണസ് ക്ലാസ്സിലാണ് നമ്മളിവിടെ മാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷന് നമ്മൾക്ക് വെൽ ഡിഫൈൻഡ് ആണ്. എഫ് വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്തതുപോലെ തന്നെ നമ്മൾക്ക് ജിയും വെൽ ഡിഫൈൻഡ് ആണ്. ഇനി നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ജി എഫിൻ്റെ ഇൻവേഴ്സ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇൻവേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് പറഞ്ഞാൽ മതി? ജി എഫും എഫ് ജിയും ഐഡൻറ്റിറ്റി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി, ആണല്ലോ. സോ കൺസിഡർ ജി എഫ്. ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും? ജി എഫ് നമുക്ക് പൈ1 ഓഫ് എക്സ് എക്സ് നോട്ടിൽ നിന്ന് പൈ1 ഓഫ് എക്സ് x1 മാപ്പായിരുന്നു എഫ്. ജി തിരിച്ചുള്ള ഒരു മാപ്പും. അപ്പോൾ ഈ ജി എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെയായിരിക്കും? ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ് പൈ1 ഓഫ് എക്സ് എക്സ് നോട്ട് ആയിരിക്കും. ഓക്കെ, സോ GF of equivalence class of alpha consider ചെയ്യുക, where equivalence class of alpha belongs to pi1 of x naught. അപ്പോൾ this is equal to നമ്മൾക്ക് by the definition f of equivalence class of alpha എന്താണ്? equivalence class of gamma bar star alpha star ഗാമയാണ് അല്ലേ. ഇനി ജി ഓഫ് ഈ ഒരു ഇക്വലൻസ് ക്ലാസ് എന്തായിരിക്കും? ഗാമ സ്റ്റാർ ഗാമ ബാർ സ്റ്റാർ ആൽഫ സ്റ്റാർ ഗാമ സ്റ്റാർ ഗാമ ബാർ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഇക്വലൻസ് ക്ലാസ് ആയിരിക്കും, ആണല്ലോ. ഇനി ഇതിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ്? ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടും, ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടും. അപ്പോൾ പിന്നെ എന്താണ്? ഇക്വലൻസ് ക്ലാസ് ഓഫ് ആൽഫ വന്നു അല്ലേ. സോ ഫോർ എനി ഇക്വലൻസ് ക്ലാസ് ഇൻ ദിസ് ഗ്രൂപ്പ് ജി എഫ് ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് ആൽഫ എന്ത് തന്നെയാണ്? ഇക്വലൻസ് ക്ലാസ് ഓഫ് ആൽഫ തന്നെയാണ്. സോ ജി എഫ് ഈസ് ദ ഐഡൻറ്റിറ്റി map on pi1 of x naught. ഇനി എഫ് ജി കൺസിഡർ ചെയ്യുമ്പോൾ എഫ് ജി എവിടെ നിന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷനാണ്? എഫ് നമ്മൾക്ക് ജി നമ്മൾക്ക് pi1 ഓഫ് എക്സ് x1 നിന്ന് pi1 ഓഫ് എക്സ് എക്സ് നോട്ടിലോട്ടും ആൻഡ് എഫ് എന്താണ്? pi1 ഓഫ് എക്സ് എക്സ് നോട്ടിൽ നിന്ന് pi1 ഓഫ് എക്സ് x1 So F composition G will be a function defined on this group ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജി എഫ് ഐഡൻറ്റിറ്റി ആണെന്ന് പ്രൂവ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ്? എഫ് ജിയും എന്താണ്? pi1 ഓഫ് എക്സ് x1 ഡിഫൈൻഡ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി മാപ്പാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ജി എഫും എഫ് ജിയും ഐഡൻറ്റിറ്റി മാപ്സ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയാം. ഓക്കെ, so G is the inverse of F. അപ്പോൾ എന്ത് കിട്ടി? ഇത് സിംപ്ലൈസ് ദാറ്റ് F is a isomorphism. So F isomorphism ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? pi1 ഓഫ് എക്സ് എക്സ് നോട്ടും pi1 ഓഫ് എക്സ് x1 ഐസോമോർഫിക് ആണെന്ന് പറയാം. സോ ഒരു പാത്ത് കണക്റ്റഡ് സ്പേസിലുള്ള ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും ആ രണ്ട് പോയിന്റിലുള്ള ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതെപ്പോഴും എന്തായിരിക്കും? ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ,
ഇങ്ങനെ പാത്ത് കണക്റ്റഡ് സ്പേസിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലുള്ള ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ്സ് റിമൈനിങ് ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ്സിനോടൊക്കെ ഐസോമോർഫിക് ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ് എടുത്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ സിംപ്ലി പാത്ത് കണക്റ്റഡ് സ്പേസിലുള്ള ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ്സിനെ φ1 ഓഫ് എക്സ് എന്ന് മാത്രം പറയത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലുള്ള ആ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വേറെ ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. കാരണം എല്ലാ പോയിന്റ്സിലുള്ള ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ്സും സിമിലർ ആണ്, ഐസോമോർഫിക് ടു ഈച്ച് അതർ ആണ്. സോ നമ്മൾ സിംപ്ലി φ1 ഓഫ് എക്സ് എന്ന് മാത്രം പറയും. നെക്സ്റ്റ് നമ്മൾ സിംപ്ലി കണക്റ്റഡ് സ്പേസ് എന്താണെന്നാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഈ ഒരു ടോപ്പിക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മളിവിടെ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാണ്. സിംപ്ലി കണക്റ്റഡ് സ്പേസ്, a space is simply connected, or a simply connected space is a path connected space X whose fundamental group consisting only of an identity element. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്പേസ് എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് സിംപ്ലി കണക്റ്റഡ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ആ ഒരു സ്പേസ് പാത്ത് കണക്റ്റഡ് ആയിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എന്താണ്? ആ പാത്ത് കണക്റ്റഡ് സ്പേസിലുള്ള ഏത് ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ്, ആ പാത്ത് കണക്റ്റഡ് സ്പേസിലുള്ള ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് φ1 ഓഫ് എക്സ് പാത്ത് കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ സിംപ്ലി φ1 ഓഫ് എക്സ് എന്ന് പറയും. അപ്പോൾ φ1 ഓഫ് എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ? ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഇക്വലൻസ് ക്ലാസ് സി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും? ആ ഒരു സ്പേസ് സിംപ്ലി കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മൾ ഈ ഒരു കൺസിഡർ ചെയ്യുന്ന സ്പേസിൽ നിന്ന് ഈ ഒരു കോൺസ്റ്റൻറ്റ്, ഈ ഒരു ഐഡൻറ്റിറ്റി മാത്രമേ ഉണ്ടാവൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ എലമെൻ്റ് ആണ് അല്ലേ. അതായത് ഈ സ്പേസിലുള്ള ഏത്, ഇപ്പോൾ ഞാനിവിടെ പോയിൻ്റ് x0 എടുത്തു എന്ന് കരുതാം, ഓക്കെ. അപ്പോൾ ഈ നമുക്ക് കോൺസ്റ്റൻറ്റ് ലൂപ്പ് എന്ന് പറയുന്നത് ആ ഒരൊറ്റ പോയിന്റ് മാത്രം വരുന്ന ലൂപ്പാണ് കോൺസ്റ്റൻറ്റ് ലൂപ്പ്. അപ്പോൾ ഈ ഇക്വലൻസ് ക്ലാസ് മാത്രമേ ഉണ്ടാകാവൂ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? x0 ബേസ് പോയിൻ്റ് ആയിട്ട് വരുന്ന ഏത് ലൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അത് എന്തിനോട് ഇക്വലൻ്റ് ആയിട്ട് വരണം? സീനോട് ഇക്വലൻ്റ് ആയിട്ട് വരണം, ഓക്കെ. അപ്പോൾ x0 ബേസ് പോയിൻ്റ് ആയിട്ട് വരുന്ന ഏത് ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അത് എന്തിനോട് ഇക്വലൻ്റ് ആയിട്ട് വരണം? x0 ഇക്വലൻ്റ് ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ അതായത് ആ ഒരു കോൺസ്റ്റൻറ്റ് ലൂപ്പിനോട് ഇക്വലൻ്റ് ആയിട്ട് വരണം. ഒരു പാത്ത് കണക്റ്റഡ് സ്പേസിൽ ഈ ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ആ സ്പേസ് സിംപ്ലി കണക്റ്റഡ് ആണെന്ന് പറയാം, ഓക്കെ. അപ്പോൾ ഇതാണ് എ സിംപ്ലി കണക്റ്റഡ് സ്പേസിന് ഉള്ളൊരു എക്സാമ്പിൾ. അതിൻ്റെ സിംപ്ലി കണക്റ്റഡ് അല്ലാത്തൊരു സ്പേസിനുള്ളൊരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്തു. ആൻഡ് ഞാനിതാ ഇവിടെ ഈ ഒരു ഏരിയ ഈ ഒരു സ്പേസിൽ വരുന്നില്ല, ഓക്കെ. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു x0. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരു ലൂപ്പ് എടുത്തു, ഓക്കെ. ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പ് നമ്മൾക്ക് x0 ഇക്വലൻ്റ് ആയിട്ട് വരുന്നില്ല, ഓക്കെ. ഈ ഒരു ലൂപ്പ് x0 അതായത് ഈ കോൺസ്റ്റൻറ്റ് ലൂപ്പിനോട് ഇക്വലൻ്റ് ആയിട്ട് വരുന്നില്ല. ആക്ച്വലി നമ്മൾക്ക് എന്താണ് h(ts) എന്ന് പറയുമ്പോൾ എന്തായിരുന്നു വേണ്ടത്? s is equal to 0 ആവുന്ന നേരം എന്താണ് ആൽഫയും ബീറ്റ ആയിരുന്നെങ്കിൽ h(t0) എന്ന് പറയുന്നത് ആൽഫയും h(t1) എന്ന് പറയുന്നത് ബീറ്റയും ആവണം. ആൻഡ് എസ് ഈ 0 to 1 വേരി ചെയ്യുമ്പോൾ ആൽഫ ആക്ച്വലി എന്താണ് ബീറ്റയിലോട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുക വേണ്ടത്. കണ്ടിന്യൂസ്ലി ഒരു ട്രാൻസ്ഫർമേഷനാണ്, ഒരു കണ്ടിന്യൂസ് ട്രാൻസ്ഫർമേഷനാണ് അവിടെ നടക്കുന്നത് ആൽഫയിൽ നിന്ന് ബീറ്റയിലോട്ട്. വേറെ എസ് എവിടെ നിന്നോട്ട് എങ്ങോട്ട് വേരി ചെയ്യുമ്പോൾ 0 to 1 വേരി ചെയ്യുമ്പോൾ. അപ്പം ഞാനിവിടെ കോൺസ്റ്റൻറ്റ് ലൂപ്പാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ആൽഫയായിട്ട്.
സപ്പോസ് ഇത് ഞാൻ കോൺസ്റ്റൻറ്റ് ലൂപ്പ് എടുത്തു ആൻഡ് ദിസ് വൺ നമ്മൾക്ക് ആൽഫയാണെന്ന് കരുതുക. അപ്പോൾ h(t0) ഈക്വൽ ടു ആൽഫയും h(t1) ഈക്വൽ ടു ഈ ഒരു കോൺസ്റ്റൻറ്റ് ലൂപ്പ് സിയുമായിട്ടൊരു ഹോമോട്ടോപ്പി ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് 0 to 1 വേരി ചെയ്യുമ്പോൾ ആ ഒരു ആൽഫ ബീറ്റയിലോട്ട് ട്രാൻസ്ഫോം ചെയ്യണം, അതായത് ആൽഫ സിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്യണം. പക്ഷെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ നോക്കി ഈ ഒരു ഏരിയ, അതായത് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ കരുതിയാൽ മതി. എന്താണ്, നിങ്ങളിപ്പോൾ ഒരു അതായത് ഇവിടെ ഒരു തൂണുണ്ടെന്ന് കരുതുക. ഓക്കെ, നിങ്ങൾ ഒരു പാടത്ത് നിൽക്കുകയാണ്. പാടത്തിന് ഇതാ ഇങ്ങനത്തെ ഒരു ഏരിയ ആണുള്ളത്, ഞാൻ റൗണ്ട് ചെയ്ത ഷേപ്പിൽ. ആൻഡ് നടുക്ക് ഇതൊരു തൂണാണെന്ന് കരുതുക. ഓക്കെ, നിങ്ങളിവിടെ നിൽക്കുന്നുണ്ട്. ഒരു കയറിട്ടിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു കയർ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ഈ ആൽഫ കിടക്കുന്നത് പോലെ വെച്ചു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ കയർ അങ്ങനെ വലിക്കുന്നു എന്ന് കരുതുക. നിങ്ങളുടെ ഭാഗത്തേക്ക് ആ കയറിനെ അങ്ങനെ പിടിച്ച് വലിക്കുന്നു. അങ്ങനെ വലിക്കുമ്പോൾ ഒരു വശം ഇവിടെയും ആ കയറിൻ്റെ രണ്ടാമത്തെ വശം നിങ്ങളുടെ കയ്യിൽ, രണ്ടും നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഈ ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ട് വശത്തുനിന്നും കൂടി ആ കയറിങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ ഓക്കെ, ഈ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി വലിച്ച് ഈ ഒരു ഏരിയ എത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റെക്കാവില്ലേ? പിന്നെ എന്താണ്, ഇവിടെ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഇതിനും മേലെ നിങ്ങൾക്ക് വലിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ തൂണുള്ളത് കൊണ്ട് സ്റ്റെക്കായിട്ടിരിക്കുകയാണുള്ളത്. അതുപോലെ വർക്ക് ചെയ്യും. അതായത് ഇതിങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം ഈ ഒരു ഏരിയ, ഈ ഒരു ബൗണ്ടറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്, ഈ ഒരു പാർട്ട് എക്സിൽ വരുന്നില്ല, എക്സ് നമ്മൾ കൺസിഡർ ചെയ്ത സ്പേസിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആൽഫയ്ക്ക് സിയിലോട്ടൊരു കണ്ടിന്യൂസ് ട്രാൻസ്ഫർമേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു സിംപ്ലി കണക്റ്റഡ് സ്പേസ് അല്ല. അപ്പോൾ സിംപ്ലി കണക്റ്റഡ് സ്പേസ് അല്ല എന്നത് ഏതായിരിക്കും? ആ ഒരു സ്പേസിന് എന്താണ്, ഹോൾസ് ഉണ്ടായിരിക്കും. ഹോൾസ് ഉള്ളൊരു സ്പേസ് ആണെങ്കിൽ അത് സിംപ്ലി കണക്റ്റഡ് ആയിരിക്കത്തില്ല. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തത്, അതായത് ഞാനിപ്പോൾ പറഞ്ഞതുപോലത്തെ ഒരു സാധനമാണ് നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, let's define contractible space. What is contractible space? A space X is contractible to a point x0 in X provided that there is a continuous function f from x cross I to x such that f of x0 is equal to x and f of x1 is equal to x0. And also f of x0 is equal to x0, and this is satisfied for all x in x and for all s in I. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്ന സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രാക്റ്റബിൾ എന്ന് പറയുന്നത്. സോ എ സ്പേസ് എക്സ് ഈസ് കൺട്രാക്റ്റബിൾ സ്പേസ് കണ്ടക്റ്റബിൾ ടു എ പോയിൻ്റ് x0. ആ സ്പേസിലുള്ളൊരു പോയിന്റിലോട്ട് ആ സ്പേസിന് മൊത്തത്തിൽ എന്താണ് കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇഫ് ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ ഫ്രം എക്സ് ക്രോസ് ഐ ടു എക്സ് സച്ച് ദാറ്റ് എന്താണ്, എഫ് ഓഫ് x0 എന്തായിരിക്കണം, എക്സ് ആയിരിക്കണം. എഫ് ഓഫ് x1 എന്ന് പറയുന്നത് x0 ആയിരിക്കണം. ആൻഡ് ദിസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ഫോർ ഓൾ എക്സ് ഇൻ എക്സ്. ആൻഡ് എഫ് ഓഫ് x0 എസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, x0 ആയിരിക്കണം ഫോർ ഓൾ എക്സ് ഇൻ ഐ, ഫോർ ഓൾ എസ് ഇൻ ഐ. ഇപ്പം എന്താണ് എസ് എന്ന് പറയുന്നത് 0യിൽ നിന്ന് 1ിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് x0, അതായത് എഫ് ഓഫ് x0, അതായത് എഫ് എക്സിന് എഫ് ഓഫ് എക്സ്, ഈ ഒരു എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ എക്സിനെ എങ്ങോട്ട് മൂവ് ചെയ്യിക്കണം, x0ിലോട്ട് മൂവ് ചെയ്യണം. ഇത്തരത്തിൽ എല്ലാ പോയിൻറ്റിനെയും എസ് 0യിൽ നിന്ന് 1ിലോട്ട് മൂവ് ചെയ്യുമ്പോൾ സ്പേസ് എക്സിലുള്ള എല്ലാ പോയിൻറ്റ്സിനെയും x0ിലോട്ട്
ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന ഒരു ഫങ്ഷൻ എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പേസിന് എന്ത് പറയും? കൺട്രാക്റ്റബിൾ എന്ന് പറയും. കൺട്രാക്റ്റബിൾ ടു ദ പെർട്ടിക്കുലർ പോയിന്റ് x0 എന്ന് പറയും. ഓക്കെ, സോ നമ്മൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നെക്സ്റ്റ് നോക്കാം. എക്സാമ്പിൾ 9.23. Consider the closed interval AB on the real line and it is contractible to the point A. ഓക്കെ, നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ഈ ഒരു പോയിന്റ് എയിലോട്ട് കൺട്രാക്റ്റബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ a b cross I to closed interval a b and which is defined by f of x t is equal to t a plus 1 minus t times x for all x in closed interval a b and for all t in I. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഈ ഫങ്ഷൻ ജസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ഫങ്ഷനാണ്. ആൻഡ് ഈ ഒരു ഫങ്ഷൻ ഈ പറഞ്ഞിരിക്കുന്ന ക്രോസ് പ്രൊഡക്റ്റിൽ നിന്ന് ഈ ഒരു ക്ലോസ് ഇൻ്റർവെല്ലിലോട്ടുള്ള ഫങ്ഷനും ആണ്. ഓക്കെ, ആൻഡ് ഈ ഫങ്ഷന് എഫ് ഓഫ് എക്സ് സീറോ എന്താണ്? എഫ് ഓഫ് എക്സ് സീറോ ഈക്വൽ ടു ടി ഈക്വൽ ടു 0 അല്ലേ? ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്താണ്? ഈ ടേം 0 ആയിരിക്കും. പിന്നെ എന്താണ്? 1 - 0 × x വരും. അപ്പോൾ അതെന്താണ്? എക്സ്. എഫ് ഓഫ് x1 എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു 1 × a വന്നു പ്ലസ് 1 - 1 അതെന്താണ്? 0 × x 0 വന്നു. സോ എഫ് ഓഫ് x1 ഈക്വൽ ടു a ആൻഡ് ദിസ് ഇസ് സാറ്റിസ്ഫൈഡ് ഫോർ ഓൾ x ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ a b ആണ്. ആൻഡ് എഫ് ഓഫ് ഒരു കണ്ടീഷനും കൂടെ ഉണ്ടായിരുന്നല്ലോ നമ്മൾക്ക്. എഫ് ഓഫ് നോക്കാം, ഒരു മിനിറ്റ്, എന്തായിരുന്നു ഒരു എക്സ്ട്രാ കണ്ടീഷൻ വേണ്ടിയിരുന്നത്? എഫ് ഓഫ് x0 എസ്, അത് എഫ് ഓഫ് എ എസ് ഈക്വൽ ടു എ ആണോ ചെക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ എഫ് ഓഫ് എ ടി, എസിന് പകരം ഇവിടെ ടി ആണ്. അപ്പോൾ എഫ് ഓഫ് എ ടി ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? എഫ് ഓഫ് എ ടി ഇസ് ഈക്വൽ ടു ടി എ പ്ലസ് അല്ല എഫ് ഓഫ് എ ഇത് തന്നെ ടി എ പ്ലസ് 1 - ടി ടൈംസ് എ എന്ന് വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ടി എ പ്ലസ് എ മൈനസ് ടി എ എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു എ എന്ന് വന്നു. ആൻഡ് ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ ടി ഇൻ ദ ഇൻ്റർവെൽ ഐ. ഇപ്പം എന്ത് കിട്ടി നമ്മൾക്ക്? ഈ ഒരു ഫങ്ഷൻ എഫ് കൺട്രാക്റ്റബിൾ സ്പേസിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻ എഫ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്ത് പറയാം? ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ദ പോയിൻ്റ് എയിലോട്ട് കൺട്രാക്റ്റബിൾ ആണെന്ന് പറയാം. ഓക്കെ, ഓർ നമുക്ക് ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിനെ മൊത്തത്തിൽ അങ്ങ് സ്ക്വീസ് ചെയ്തിട്ട് പോയിൻ്റ് എയിലോട്ട് ചുരുക്കിയെടുക്കാമെന്നോ പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ എക്ക് പകരം ഈ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും എനിക്ക് എന്താണ് ഇതുപോലെ എയുടെ പൊസിഷനിൽ ഞാനിപ്പോൾ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ നിന്ന് ഞാനിപ്പോൾ ഒരു എൽ അല്ലെങ്കിൽ ഒരു സി, ഒരു വാല്യൂ സി എടുത്തു. സി എന്ത് വേണമെങ്കിലാവാം. എന്നിട്ട് ആ സി ഈ ഒരു എക്ക് പകരം എക്ക് പകരം സി എന്ന് കൊടുക്കുകയാണെങ്കിലും നമ്മൾക്ക് എന്താണ് ഈ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. സോ ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലുള്ള ഏത് പോയിന്റിലോട്ടും നമ്മൾക്ക് കൺട്രാക്റ്റബിൾ ആണ്, ഓർ സ്പീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോൺവെക്സ്, ഇപ്പോൾ RN കൺസിഡർ ചെയ്യുക. RNലുള്ള ഏതൊരു കോൺവെക്സ് സെറ്റ് എ കൺസിഡർ ചെയ്താലും ആ സെറ്റിലുള്ള ഏത് പോയിന്റ് എക്സ് നോട്ട് എടുത്താലും ആ പോയിന്റിലോട്ട് ഈ സ്പേസിന് മൊത്തത്തിൽ നമുക്ക് കൺട്രാക്റ്റബിൾ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം കോൺവെക്സ് സെറ്റിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം കോൺവെക്സ് സെറ്റിൽ നിന്ന് ഞാൻ ഏത് രണ്ട് പോയിന്റ് XY എടുത്തു കഴിഞ്ഞാലും എന്താണ് ടി എക്സ് പ്ലസ് 1 - ടി × y ബിലോങ്സ് ടു എ ആയിരിക്കും ഫോർ ഓൾ ടി ബിറ്റ്വീൻ
0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എല്ലാ ടിക്കും ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു കോമ്പിനേഷൻ എയിൽ തന്നെ ഉണ്ടായിരിക്കും. അത് കോൺവെക്സ് സെറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞാനിവിടെ നമുക്ക് ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ x0 എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് എനെ കൺട്രാക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ചൂസ് എ പോയിന്റ് എക്സ് ഇൻ എ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് പ്രകാരം ഞാനിവിടെ വൈക്ക് പകരം എക്സിന് പകരം x0 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഫ്രം എ ക്രോസ് ഐ ടു എ വിച്ച് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് of x t is equal to t x0 plus 1 minus t into x. ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എ കോൺവെക്സ് സെറ്റും x0ഉം എക്സും എയിലുള്ള എലമെൻസും ആയതുകൊണ്ട് ഫോർ എനി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നമ്മൾക്ക് എന്താണ് ഫോർ എനി ടി ഇൻ ദിസ് ഇൻ്റർവൽ, ഇൻ ദിസ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 നമ്മൾക്ക് എന്താണ് ഈ ഒരു കോമ്പിനേഷൻ എയിൽ തന്നെ ഉണ്ടായിരിക്കും. സോ ഈ ഒരു ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡും ആണ് ആൻഡ് എയിലോട്ടുള്ള ഫംഗ്ഷനുമാണ്. അപ്പോൾ നമ്മൾക്കിനി എന്താണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എഫ് ഓഫ് x0 എന്താണ് വരിക? ഇവിടെ എഫ് ഓഫ് x0 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ് വരുന്നത്. എഫ് ഓഫ് x1 എന്താണ് വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു x0 ആണ്. ആൻഡ് എഫ് ഓഫ് x0 ടി എന്താണ് വരുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു x0 ആണ് ഫോർ ഓൾ ടി ഇൻ ഐ ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ എക്സ് ഇൻ എ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്തു. സോ ദ സ്പേസ് എക്സ് ഈസ് കൺട്രാക്റ്റബിൾ ടു ദ പോയിന്റ് x0 ഇൻ എ ആൻഡ് x0 ബിലോങ്സ് ടു എ ആർബിട്രറി ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദ കോൺവെക്സ് സെറ്റ് എ ഈസ് കൺട്രാക്റ്റബിൾ ടു എനി പോയിന്റ് ഇൻ ദാറ്റ് സെറ്റ്. ഓക്കെ, അപ്പോൾ ആർ എന്നിൽ നിന്ന് ഫോർ എനി വാല്യൂ ഓഫ് എൻ Rnൽ നിന്ന് നമ്മൾക്ക് എന്താണ് ഏത് കോൺവെക്സ് സെറ്റ് എ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ കോൺവെക്സ് സെറ്റ് അതിലുള്ള ഏത് പോയിന്റിലോട്ട് വേണമെങ്കിലും കൺട്രാക്റ്റബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സെക്ഷനിലുള്ള ലാസ്റ്റ് പ്രൂഫാണ്, തിയറമാണ്. എവരി കൺട്രാക്റ്റബിൾ സ്പേസ് ഈസ് സിംപ്ലി കണക്റ്റഡ്. എന്താണ്? ഒരു കൺട്രാക്റ്റബിൾ സ്പേസ് ഉണ്ടെങ്കിൽ അത് സിംപ്ലി കണക്റ്റഡ് ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സിംപ്ലി കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് എന്താണ് ഉള്ളത്? ഒരു സ്പേസ് സിംപ്ലി കണക്റ്റഡ് ആവണമെങ്കിൽ എന്താണ് അതിൻ്റെ ആ സ്പേസിലുള്ള ഏത് പോയിന്റിലുള്ള എന്താണ് ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ് കൺസിഡർ ചെയ്താലും ആ ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ് ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് എന്താണെന്ന് കിട്ടണം? പാത്ത് കണക്റ്റഡ് ആണെന്ന് കിട്ടണം. ആൻഡ് ആ ഒരു സ്പേസിലുള്ള ഏത് ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ് കൺസിഡർ ചെയ്താലും ആ ഫണ്ടമെൻ്റൽ ഗ്രൂപ്പിൽ എന്താണ് ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ, അതായത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നും പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇതെന്തായിരിക്കും? സിംപ്ലി കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾക്ക് എന്താണ്? സപ്പോസ് ലെറ്റ് എക്സ് ഈസ് കൺട്രാക്റ്റബിൾ to a point x0 in x. Okay, let x is contractible to a point x0 in x. So by the definition of contractible space, there exists a function f from x cross I to x such that f of x0 is equal to x, f of x1 is equal to x0 and പിന്നെ എന്താണ് വരുന്നത്? f of x0 t is equal to x0 for all t in I and this is true for all x in x. Okay, now we are going to prove the claim എന്താണ്? x is path connected. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എക്സ് പാത്ത് കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എക്സ് പാത്ത് കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താണ് വേണ്ടത്? ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ടിനെ പോയിന്റിനെയും ജോയിൻ ചെയ്യുന്നൊരു പാത്ത് ആ സ്പേസിലുണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ a given point x
x, consider the function f(x) from I to x, which is defined by f(x) of t is equal to f of xt. എന്താണ്, നമ്മൾ എക്സിനെ അങ്ങ് ഫിക്സ് ചെയ്തു. അപ്പോൾ എക്സിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, ഈ എഫ് ഓഫ് എക്സ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും, വിച്ച് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ വിത്ത് ദ വേരിയബിൾ ടി. ഒരേ ഒരു വേരിയബിളേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ടി ആണത്. ആൻഡ് ടി വേരീസ് ഇൻ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1, അതായത് ഐ. അപ്പോൾ ഇതെന്തായി തീരും, വിച്ച് വിൽ ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് ടി വിൽ ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം ഐ ടു എക്സ് ആയിരിക്കും. ആ ഫംഗ്ഷനെയാണ് നമ്മൾ എഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും എനിക്ക് എന്താണ്, ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്താണ്, ഈ ഫംഗ്ഷന് എഫ് എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്, എക്സും എഫ് എക്സ് 1 എന്താണ് വരുന്നത്, നമ്മൾക്ക് x0 ആണ് വരുന്നത്. അപ്പോൾ ഇനീഷ്യൽ പോയിൻ്റ് എക്സും ടെർമിനൽ പോയിൻ്റ് x0 ആണ്. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് അതെന്തായിരിക്കും, അത് പാത്താണ്. കാരണം എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് എക്സും ടെർമിനൽ പോയിൻ്റ് x0 ആയിരിക്കും. അതായത് എക്സിൽ നിന്ന് പോയിൻ്റ് x0 പാത്താണ് നമ്മൾക്ക് ഈ എഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ അനദർ പോയിൻ്റ് y എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ y കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വൈയിൽ നിന്നും എനിക്ക് ഇതുപോലെ x0 പാത്ത് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. അത് ഇതിപ്പോൾ എഫ് എക്സ് ആണെങ്കിൽ എഫ് എക്സ് ഈ ഡയറക്ഷനിൽ, എഫ് വൈ ഏത് ഡയറക്ഷനിലാണ്, ഈ ഒരു ഡയറക്ഷനിലാണ് വരിക. അത് വൈയിൽ നിന്ന് x0 അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എഫ് വൈയുടെ റിവേഴ്സ് പാത്ത് എടുക്കുന്നു, അതായത് ഇൻവേഴ്സ് പാത്ത്. അപ്പോൾ അതെന്താണ് നമ്മൾ സ്വതവേ ഡിനോട്ട് ചെയ്യാറ്, എഫ് വൈ ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ, അപ്പം ഞാൻ ആർബിട്രേറ്റ് 2 പോയിൻറ്റ്സ് എക്സ് വൈ ഇൻ എക്സ് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഞാൻ എക്സിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് വാക്കിങ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എഫ് എക്സ് വഴി ഞാൻ എവിടെ എത്തി, എനിക്ക് x0 എത്താം. ഇനി x0 നിന്ന് എനിക്ക് എന്താണ്, എഫ് വൈ ബാർ വഴി എവിടെ എത്താം, വൈയിലും എത്താം. അപ്പം നോക്കി, എനിക്ക് എക്സിൽ നിന്ന് വൈയിലോട്ടൊരു പാത്ത് കിട്ടി, ഈ ഒരു സ്പേസ് എക്സിലുള്ളൊരു പാത്ത് കിട്ടി. അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, എഫ് എക്സ് സ്റ്റാർ ഏത് രണ്ടിനെ ജോയിൻ ചെയ്തപ്പോഴാണ്, ഈ രണ്ട് എഫ് എക്സിനെയും എഫ് വൈ ബാറിനെയും ജോയിൻ ചെയ്തപ്പം കിട്ടിയതാണ്. അതായത് എഫ് എക്സിൻ്റെയും എഫ് വൈ ബാറിൻ്റെയും പ്രൊഡക്റ്റ് എടുത്തപ്പോൾ എനിക്ക് എന്താണ്, എക്സിൽ നിന്ന് വൈയിലോട്ടൊരു പാത്ത് കിട്ടി. ഇതുപോലെ ഞാൻ ഏത് 2 പോയിൻ്റ് എക്സ് വൈ ആർബിട്രേറ്റ് ചൂസ് ചെയ്താലും എനിക്ക് എന്താണ്, ഇത്തരത്തിലൊരു പാത്ത് ആ സ്പേസിൽ തന്നെ കിട്ടും ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ. സോ ദ സ്പേസ് ഈസ് പാത്ത് കണക്റ്റഡ്. ഓക്കെ, ഞാനതൊന്ന് എഴുതാം പറഞ്ഞ കാര്യങ്ങൾ. ഇത്രയും കാര്യം പറഞ്ഞു. Thus for x y in x, the product f x star f y bar of the path f x and the reverse of f y is a path from x to y. So x is path connected. അപ്പോൾ നമുക്ക് എന്താണ്, എക്സ് പാത്ത് കണക്റ്റഡ് ആണെന്ന് കിട്ടി. ഇനി എന്താണ് വേണ്ടത്, സിംപ്ലി കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് π1 ഓഫ് എക്സ് x0 എന്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയണം, ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ, ഐഡൻറ്റിറ്റി ഇക്വലൻസ് ക്ലാസ് മാത്രമേ ഉള്ളൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ എന്താണ്, ഒരു ഇക്വലൻസ് ക്ലാസ് കൺസിഡർ ചെയ്തു. ലെറ്റ് ദ ഇക്വലൻസ് ക്ലാസ് ആൽഫ ബിലോങ്സ് ടു π1 ഓഫ് എക്സ് x0. അപ്പോൾ എനിക്ക് ഈ π1 ഓഫ് എക്സ് x0 നിന്ന് ഏത് ഇക്വലൻസ് ക്ലാസ് കൺസിഡർ ചെയ്താലും അതെല്ലാം ഇക്വലൻസ് ക്ലാസ് ഓഫ് സിക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളക്ഷനിൽ പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ, ഈ ഒരു ഗ്രൂപ്പിൽ
ഈ ഒരു ഇക്വലൻസ് ക്ലാസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആൽഫ ഈസ് ഈക്വലൻ്റ് ടു സി എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ദർ എക്സിസ്റ്റ് ഹോമോട്ടോപ്പി ബിറ്റ്വീൻ ആൽഫ ആൻഡ് സി എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൺസിഡർ ദ ഫങ്ഷൻ എച്ച് ഫ്രം എക്സ് ക്രോസ് ഐ ടു എക്സ് which is defined by h of ts. h of ts is equal to h from I cross I ആണ്, x cross I അല്ല, I cross I ആണ്. നോട്ട് ചെയ്യുക, I cross I. അപ്പോൾ കൺസിഡർ ദ ഫങ്ഷൻ h from I cross I to x which is defined by h of ts is equal to f of alpha of ts. ഓക്കെ, ടീനെ എഫിലോട്ട് വന്നപ്പോൾ എന്തായി? ആൽഫ ഓഫ് ടി ആക്കി. ഓക്കെ, ആൻഡ് ഇനി നമ്മൾക്ക് ഈ എച്ച് ഹോമോട്ടോപ്പി ബിറ്റ്വീൻ ആൽഫ ആൻഡ് സി ആണെന്ന് പ്രൂവ് ചെയ്യണം. എഫും ആൽഫ ഓഫ് ടി എല്ലാം കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്? എച്ച് ഓഫ് ടി എസും കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ്. ഇനി റിമൈനിങ് കണ്ടീഷൻസ് പ്രൂവ് ചെയ്യാൻ consider h of t0. By this definition, this is equal to f of alpha of t0. And by the property of f, നമ്മൾക്ക് എന്തറിയാം? This is equal to alpha of t ആണ്. And this is true for all t in I ആണ്. ഓക്കെ, ഇനി അടുത്തത് h of t1 കൺസിഡർ ചെയ്യാം. This is equal to f of alpha of t1 ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട്, അതായത് സി ഓഫ് ടി അല്ലേ? എക്സ് നോട്ടിനാണ് നമ്മൾ സി ഓഫ് ടി ഈക്വൽ ടു എക്സ് നോട്ട് ഫോർ ഓൾ ടി ഇൻ ഐ ആണ് അല്ലേ? കോൺസ്റ്റൻറ്റ് മാപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നിട്ട് കോൺസ്റ്റൻറ്റ് ലൂപ്പ് ആയിട്ട് എക്സ് നോട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ ടി ബിലോങ്സ് ടു ഐ ആണ് അല്ലേ? ഇനി എച്ച് ഓഫ് 0s, എച്ച് ഓഫ് 0s എന്തിന് ഈക്വൽ ആണ്? എഫ് ഓഫ് ആൽഫ ഓഫ് 0s ഈക്വൽ ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ ഓഫ് 0. ആൽഫ ലൂപ്പ് അറ്റ് എക്സ് നോട്ട് അല്ലേ? അപ്പോൾ ആൽഫ ഓഫ് 0 എന്താണ്? എക്സ് നോട്ട്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് എസ് എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് ഫോർ ഓൾ എസ് ഇൻ ഐ ആണ്. ആൻഡ് അതുപോലെ തന്നെ എച്ച് ഓഫ് 1s, ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ ഓഫ് 1s എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ ഓഫ് 1 എന്താണ്? അതും എക്സ് നോട്ടാണ്. So this is equal to f of x naught s എന്ന് വരും. And this is equal to x naught for all s in I ആണ്. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു കണ്ടീഷനും ഈ കണ്ടീഷനും ഇതും സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയാം? h is a homotopy between the loops alpha and c എന്ന് കിട്ടി. So alpha is equivalent to C. So the equivalence classes are equal. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടി? phi1 of x naught is equal to the collection which contains the equivalence class of identity only. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഇത് ട്രിവിയൽ ഗ്രൂപ്പാണെന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്പേസ് എക്സ് പാത്ത് കണക്റ്റഡും ആണ്. ആൻഡ് ഈ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നുണ്ട്. സോ നമ്മൾക്ക് എന്ത് പറയാം? എക്സ് സിംപ്ലി കണക്റ്റഡ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൈൻഡിൽ വെക്കുക, സിംപ്ലി കണക്റ്റഡ് സ്പേസിന് ആ സ്പേസിൽ ഇപ്പോൾ ഞാൻ R2 ഒരു പ്ലെയിനിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യുമ്പോൾ എന്താണ്? അതിൽ ഹോൾസ് ഉണ്ടായിരിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾ എന്താണ് ആനുലസ് കൺസിഡർ ചെയ്യുക. ആനുലസ് സിംപ്ലി കണക്റ്റഡ് അല്ല, കാരണം എന്താണ്? അവിടെ ഹോൾ വരുന്നുണ്ട്. ഇത് സിംപ്ലി കണക്റ്റഡ് അല്ല. ഇനി അടുത്തത് എന്താണ്? ടോറസ് കൺസിഡർ ചെയ്യുക, അതായത് ഒരു വട അല്ലെങ്കിൽ ഒരു ടയർ, ഇത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതും എന്തല്ല? സിംപ്ലി കണക്റ്റഡ്. അത് വെയിറ്റ് അതും സിംപ്ലി കണക്റ്റഡ് അല്ല കേട്ടോ. ടോറസും സിംപ്ലി കണക്റ്റഡ് അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. സോ നമ്മളുടെ ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി.